ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ വിഷുദർശന ചടങ്ങ് നടക്കും. ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി അനുഷ്ഠാനമാണ് 29 വർഷമായി വിഷുദർശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതോടുകൂടി വിഷുദർശനം ആരംഭിക്കും. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ വിഷുദർശനം നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി 29 വർഷമായി വിഷുദർശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി അനുഷ്ഠാനത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞു. പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതോടുകൂടി വിഷുദർശനം ആരംഭിക്കും. നാലമ്പലത്തിലേക്ക് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുകൂടി പ്രവേശിക്കുന്ന ഭക്തർ നമസ്കാര മണ്ഡപത്തിൽ സ്വർണ്ണ പുഷ്പ ഫല ധാന്യ ദീപ ഗ്രന്ഥങ്ങളും അഷ്ടമംഗല്യവും സഹിതം ഒരുക്കിയിരിക്കുന്ന വിപുലമായ കണിയും ഭഗവത് ദർശനവും കഴിഞ്ഞ് വടക്കേനട വഴി പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ ക്ഷേത്ര ശ്രീകോവിലിൽ പൂജിച്ച നാണയങ്ങൾ കൈനീട്ടമായി നൽകും. ഇതോടൊപ്പം സംഘാടകർ ഇഷ്ട നിവേദ്യമായ ത്രിമധുരം ഭക്തർക്ക് നൽകും. വേദമന്ത്ര ജപങ്ങൾക്കും സഹസ്രനാമ ജപത്തിനും ശേഷം പുലർച്ചെ 4 മണിക്ക് തന്നെ ഹരിനാമ കീർത്തനത്തോടെ കലാവേദിയും ഉണരും. 5:30 മണിക്ക് ഏവൂർ മാധവൻ നായരുടെ അഷ്ടപതി ആലാപനം ഉണ്ടാകും. തുടർന്ന് പണ്ഡിറ്റ് ദിഗ്വിജയ് സിംഗ് ചൗഹാന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ഉണ്ടാകും. രത്നശ്രീ അയ്യർ ഇതിന് തബല വായിക്കും. രാവിലെ 8:30 മുതൽ ഗംഗാകൃഷ്ണയുടെ സോപാന സംഗീതം, അക്ഷയ് വി കുമാറിന്റെ ഗാനാർച്ചന എന്നിവയുണ്ടാകും. കൊയ്പ്പള്ളിക്കാരായ്മ രേവതി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര തുടർന്ന് നടക്കും. വൈകിട്ട് 5 മണി മുതൽ അക്ഷരശ്ലോക സദസ്സ് നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മീനാക്ഷി വേണുഗോപാലിന്റെ ശിക്ഷണത്തിലുള്ള വിദ്യാർത്ഥികൾ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിക്കും. രാത്രി 8:30 ഏവൂർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗരുഡ വാഹന എഴുന്നള്ളത്തോടുകൂടി 10 ദിവസം നീണ്ടുനിന്ന ഈ വർഷത്തെ ഏവൂർ വിഷുദർശന ആഘോഷങ്ങൾ സമാപിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. വിഷു ദിവസം പുലർച്ചെ വരെ കൃഷ്ണഭാവത്തിൽ വിഗ്രഹം ദർശിക്കാം. തുടർന്ന് നടക്കുന്ന അഭിഷേക ശേഷം തിരുവാഭരണം ചാർത്തും. ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അനുഷ്ഠാന ഭാരവാഹികളായ പ്രസിഡന്റ് പ്രൊഫസർ KR ജയകുമാർ, സെക്രട്ടറി H ചന്ദ്രസേനൻ നായർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP വിജയലക്ഷ്മി, ജോയിന്റ് സെക്രട്ടറി ഹരി ചിറ്റക്കാടൻ, H പരമേശ്വരൻ നായർ, സോമൻ നായർ, CR ഹരികുമാർ, P മോഹൻദാസ്, ശശികുമാർ, അജയകുമാർ, അമ്പിളി, സുദർശനകുമാർ തുടങ്ങിയവർ പറഞ്ഞു. നാളെ രാവിലെ 3 മണിക്ക് നട തുറക്കുമ്പോൾ ഭക്തർ കാണുന്നത് കൃഷ്ണരൂപത്തിലുള്ള ആ ചാത്തോടു കൂടിയാണ് ഭഗവാനെ കാണുന്നത്. 3 മണി തൊട്ട് 5 മണി വരെ ഭഗവാനെ ആ കൃഷ്ണരൂപത്തിൽ, മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു പ്രതിഷ്ഠയാണ്, അതിൽ ചാർത്തിരിക്കുന്നത് കൃഷ്ണരൂപമാണ്. ആ കൃഷ്ണരൂപത്തിൽ ദർശിക്കുവാനുള്ള ഒരു അസുലഭ അവസരം വിഷുവിൻ്റെ പുലർച്ചെ കാണുക. ഇതായിരിക്കാം ഈ പുലർക്കാലത്ത് തന്നെ രാത്രിയാകുമ്പോൾ തന്നെ ഇവിടെ തിരുവായിട്ട് ഭക്തജനങ്ങൾ നിൽക്കുന്നു. അവർക്കത് ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഇങ്ങനെ ദർശനം കഴിഞ്ഞ് എത്തുന്ന ഭക്തർക്ക്, വടക്കേ നടയിലൂടെ എത്തുന്ന ഭക്തർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ തലേദിവസം നമ്മൾ നാണയം, 10 രൂപ നാണയങ്ങൾ, പുതുപുത്തൻ നാണയങ്ങൾ ശ്രീകോവിലിൽ വെച്ചിരിക്കും. അത് പൂജ കഴിഞ്ഞ് മേൽശാന്തിയിൽ നിന്ന് കൈപ്പറ്റിക്കഴിഞ്ഞ് ആ മേൽശാന്തിയിൽ നിന്ന് കിട്ടിയ നാണയങ്ങൾ കൊച്ചു കുട്ടികൾ വരുന്ന ഭക്തർക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ ത്രിമധുരം, ഏകദേശം 50-ൽ പരം കുലകൾ ശർക്കരയും തേനുമെല്ലാം ചേർത്തുണ്ടാക്കിയ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഔഷധക്കൂട്ടാണ് ത്രിമധുരം. ആ ത്രിമധുരം വരുന്ന ഭക്തർക്കെല്ലാം കൊടുക്കും. CDNet ന്യൂസ് കായംകുളം.